കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $5042 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ $5111 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും വിശദമായ വിശകലനവും നിഗമനങ്ങളും ഈ വർഷം പകുതിയോടെ സ്വർണം എത്തി നിന്നേക്കാവുന്ന ഉയരത്തെക്കുറിച്ചുമുള്ള സൂചനകൾ സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വരാനിരിക്കുന്ന പ്രധാന സാമ്പത്തിക ഡാറ്റകളിലേക്കും ബുധനാഴ്ച നടക്കാനിരിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗത്തിലേക്കും വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ തങ്കവില ഗ്രാമിന് 15,420 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ കേരളത്തിൽ സ്വർണ്ണവില പവന് 1,15,680 രൂപയായിരുന്നു. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 22/2/2026 പവന് 1,16,800, ഗ്രാമിന് 14,600. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 69% വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും 63% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ 8%, 18% സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. 23%, 19% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. താരിഫ് വിഷയത്തിൽ കോടതി വിധിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളും പ്രസ്താവനകളും മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാധ്യതയും വിപണിയിൽ കുതിപ്പിനുള്ള സാധ്യത നിലനിർത്തുമ്പോൾ ഈ ആഴ്ചയിൽ ഒന്നിലധികം വീഡിയോകളിൽ കുറഞ്ഞ സമയത്ത് നിക്ഷേപകരോട് അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ചാനൽ സൂചന നൽകിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു എന്ന റിപ്പോർട്ടും ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇറാനിയൻ നാവികസേനാ കമാൻഡർ റഷ്യയിലെയും സൗദി അറേബ്യയിലെയും നാവിക കമാൻഡർമാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടും ശ്രദ്ധേയമാണ്. കൂടാതെ ഇറാനെ കരാറിലേക്ക് എത്തിക്കാൻ പരിമിതമായ ആക്രമണം വേണ്ടിവരുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയും ആശങ്കാജനകമാണ്. താരിഫ് വിഷയത്തിലെ തിരിച്ചടി മറക്കാൻ ഈ ആക്രമണം നടത്തുമോ എന്ന സംശയങ്ങളും ചർച്ചകളും നിലനിൽക്കുന്നു. 10 ദിവസം സമയം അനുവദിച്ച ട്രംപിന്റെ ട്വീറ്റുകൾക്കും പ്രസ്താവനകൾക്കും വരും ആഴ്ചയിൽ വിപണിയിൽ വലിയ സ്വാധീനം ഉണ്ടായേക്കും. അത് വിപണിയെ തളർത്തുന്നതായിരിക്കില്ല, ഉയർത്തുന്നത് തന്നെയാവാം എന്നാണ് നിഗമനം. ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $5111 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ വർഷം പകുതിയോടെ ഔൺസിന് 6,000 മുതൽ 6,500 പരിധിയിൽ വരെ എത്തിയേക്കുമെന്നാണ് ചാനൽ നിഗമനം. എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.